സാറേ, ആ കൂടി എനിക്കുള്ളത് 10 സെൻറ്റ് സ്ഥലമാണ്. ഇവനാണ് എൻ്റെ മൂത്ത മകൻ. ഇവന് താമസിക്കാൻ വേണ്ടി അവൻ്റെ ഭാര്യയ്ക്കും അവനും വേണ്ടി ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം ഞാൻ കൊടുത്തവന്. ബാക്കി 5 സെൻറ്റ് സ്ഥലത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. സാറേ, ഇപ്പം എനിക്ക് പുറത്തേക്ക് പോകാൻ വഴിയില്ല. ഇവൻ്റെ വളപ്പിൽ കൂടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയാമോ? എൻ്റെ പൊന്ന് സാറേ, ഈ 5 സെൻറ്റ് ഞാൻ ചോദിച്ചിട്ടൊന്നും തന്നതല്ല. വളരെ സമാധാനമായിട്ട് ജീവിക്കായിരുന്നു ഞാൻ. അപ്പൊ ഈ ഇരിക്കണ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ മൂത്തവനല്ലേ, നീ കല്യാണം കഴിക്കുന്നു പറഞ്ഞു. അച്ഛൻ പറഞ്ഞ പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അലമ്പ് തുടങ്ങി. എന്തലമ്പ്? അച്ഛൻ്റെ അലമ്പൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. അങ്ങനെ തന്നെ വീട്ടിലാകെ പ്രശ്നമായപ്പോൾ ആളുകളൊക്കെ കൂടി നമ്മുടെ ബന്ധക്കാരൊക്കെ ഒന്നൊരു തീരുമാനം ഉണ്ടാക്കി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ആദ്യം കല്യാണം കഴിച്ച ആൾ മാറി താമസിക്കാൻ പറഞ്ഞു. അപ്പൊ സാറേ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛനല്ലേ മാറി താമസിക്കേണ്ടത്, അച്ഛനല്ലേ നമ്മുടെ വീട്ടിൽ ആദ്യം കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു. അതല്ലേ സാറേ മര്യാദ? അങ്ങനെയാണ് അച്ഛൻ എനിക്ക് 5 സെന്റ് നീ വാതുക്ക വീട് വെച്ച് താമസിച്ചോന്നും പറഞ്ഞ് തന്നത്. ഞാൻ പെണ്ണിന്റെ സ്വർണ്ണമൊക്കെ വിറ്റൊരു വീടും വെച്ച് വളരെ സമാധാനമായിട്ട് താമസിച്ചു തന്നെയായിരുന്നു. അപ്പൊ അച്ഛനൊരു പ്രശ്നം ഉണ്ടാക്കി. എന്റെ ബന്ധുവീട്ടിൽ നിന്ന് ആരെങ്കിലും വീട്ടിൽ വന്നാൽ അപ്പൊ കള്ളു കുടിച്ചു വന്ന് ബഹളം ഉണ്ടാക്കും. പിന്നെ ചെറിയ കുഞ്ഞാണ് സാറേ, കുഞ്ഞ് കിടന്നുറങ്ങുന്നിടത്ത് രാത്രി കൊണ്ടുവന്ന് ഗുണ്ട് വെച്ച് പൊട്ടിക്കും. അങ്ങനെ എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ അപ്പൊ ഞാനൊരു പണി ചെയ്ത് ചുറ്റും വേലി അങ്ങാട് കെട്ടിയിട്ട് അച്ഛനെ അതിലെ വഴി നടത്താതെ. ഇതിൽ വല്ല മര്യാദ കേട്ടണ്ട. നിങ്ങളെന്തിനാ ഗുണ്ട് പൊട്ടിക്കുന്നത്? സാറേ, ഇവൻ വെറുതെ നുണ പറയാണ്. ഈ ജാതി കൂതറ തന്തകളുള്ളടത്ത് നമ്മൾ എന്ത് തീരുമാനം എടുക്കും? നമുക്ക് കാര്യം ചെയ്യാം, ഇത് കോടതിയിലേക്ക് വിടാതെ നമുക്ക് ഇവിടെ തന്നെ ഒത്തുതീർപ്പാക്കാം. അതാ നല്ലത്. ഇത് ആളുകൾ കേട്ടാ മോശ. അത് മതി സാറേ. ആദ്യം ഞാൻ മകനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. നിങ്ങളൊന്ന് അങ്ങോട്ട് മാറി നിൽക്കൂ. മാറിയിരുന്നാലും ചെവി പിടിയിടും. 10 സെന്റ് സ്ഥലമല്ലേ, റോഡ് സൈഡല്ലേ, നിങ്ങൾക്ക് ആ സ്ഥലങ്ങൾ വാങ്ങിച്ചൂടെ? അച്ഛൻ്റെ സ്ഥലമോ? ഓ, അതിന് ഞാൻ വഴി വിടൂലല്ലോ സാറേ, വലിയ വിലയൊന്നും കിട്ടൂല. വേണ്ട, നിങ്ങളെ സ്ഥലം നിങ്ങളുടെ പേരിലേക്ക് ആക്ക്. പൊന്നും വിലക്ക് വേറെ ആർക്കെങ്കിലും കൊടുത്തൂടെ? അച്ഛനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഒന്ന് ചവിട്ടി ഒതുക്കിത്താ സാറ്, ഒന്ന് ചവിട്ടി ഒതുക്കി വിലേ. അപ്പോൾ ഞാനത് സംസാരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളത് വാങ്ങിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അച്ഛനോട് പറയും. അങ്ങനെ പറഞ്ഞാൽ പുള്ളി വില കയറ്റി പറയും. നമുക്ക് കുറയ്ക്കാം. പിന്നെ അതിൻ്റെ ഒരു മര്യാദ വില കൊടുക്കേണ്ടി വരും, ചെറിയ കേട്ടോ. അപ്പോൾ നിങ്ങളോട് മാറി നിൽക്കും. അച്ഛനോട് വരൂ. സംസാരിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ നാറ് നിങ്ങളുടെ മോൻ തന്നെയാണോ? എനിക്ക് സംശയമുണ്ട്. അതെന്തേലും ആവട്ടെ. അതെ, ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പോൾ ബാക്കിയുള്ള 5 സെന്റ് സ്ഥലം, നിങ്ങളുടെ 5 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, അതും കൂടെ നിങ്ങൾ മകന് കൊടുക്ക്. നിങ്ങൾക്ക് നല്ല കണ്ണായ സ്ഥലം ഞാൻ വാങ്ങിച്ചു തരാം. ഉറപ്പാണോ? നല്ല വില പറയുക. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അത് ഉറപ്പിക്കാം. അതാ നല്ലത്. 3% കമ്മീഷൻ ബ്രോക്കർക്ക് ഉള്ളതാണ്. അത് തരുമോ? അത് വേണോ? ഇതാണ് ആളില്ല, പിന്നെ എങ്ങനെ ശരിയാവുക? അത് ബ്രോക്കർക്ക് ഉള്ളതാണ് 3% കമ്മീഷനേ. അപ്പൊ അത് എനിക്ക് തരണം. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ നമ്മൾ സ്ഥലം വാങ്ങിക്കുമല്ലോ, അവിടെ അയൽവക്കക്കാരുള്ളതാണ്. അവിടെ കൊണ്ടുപോയിട്ട് ഗുണ്ട് പൊട്ടിക്കുവോ? വരൂ. അപ്പൊ കാര്യങ്ങളൊക്കെ അച്ഛനോട് സംസാരിച്ചു. അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാന്ന് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. സ്ഥലം നിങ്ങൾ എടുക്കണം, അച്ഛന് മര്യാദക്ക് വിലയും കൊടുക്കണം. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. അപ്പൊ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. 2 ദിവസം കൂടി അയാൾ അതിലെ വഴി നടന്നോട്ടെ, പ്രശ്നം ഉണ്ടാക്കരുത്. ഓന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, സാറ് പറഞ്ഞോണ്ട് ഞാൻ നടത്താം. ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കച്ചവടമൊക്കെ അങ്ങനെ ഉറപ്പിക്കാം. അപ്പൊ എന്നാ ശരി. പിന്നെ ആ കോളേജ് പഠിക്കൽ പാടം നികത്തിയ സ്ഥലം തലയിൽ വെച്ച് കൊടുക്കാനല്ലേ?